നമുക്ക് വീണ്ടും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഇതിൽ എസ് കാർഡ്സും ഉണ്ട്, നോ കാർഡ്സും ഉണ്ട്. ഇപ്പം ഏതാ എസ് ഏതാ നോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ. ഓക്കെ, കാർഡ് നമ്പേഴ്സ് പറഞ്ഞു തരാം. കാർഡ് നമ്പർ 1, 2, 3, 4, 5. ഓക്കെ, കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3, കാർഡ് നമ്പർ 4, കാർഡ് നമ്പർ 5. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എസ് ഓർ നോ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിവൈനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചോദിക്കുക. എന്നിട്ട് കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക. ഓക്കെ, കാർഡ് നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഓരോ കാർഡായിട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് നോക്കാം ആൻസർ എസ് ആണോ നോ ആണോ എന്ന്. ഡിവൈനെ മനസ്സിൽ വിചാരിക്കൂ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കൂ, കാർഡ് നമ്പർ മനസ്സിൽ വിചാരിക്കൂ. എടുക്കട്ടെ കാർഡ് നമ്പർ 1ൻ്റെ ആൻസർ യെസ്. കാർഡ് നമ്പർ 1 ആബ്സല്യൂട്ട് എസ് ആണ്, തീർച്ചയായും നടക്കും. കാർഡ് നമ്പർ 2 എസ് ആണ്, വീണ്ടും എസ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. കാർഡ് നമ്പർ 3 നോ ആണ്, കാർഡ് നമ്പർ 3യുടെ ആൻസർ. കാർഡ് നമ്പർ 4 നോ ആണ്, കാർഡ് നമ്പർ 5 എസ് ആണ്. ഓക്കെ, നോ കാർഡ് കിട്ടിയവർ എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാം ശരിയായി തന്നെ നടക്കും. ശരിയായ സമയത്ത് ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ ശരിയാവും എന്ന് ഉറച്ചു വിശ്വസിക്കുക കേട്ടോ.